ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ജോസഫ് അഡിസൺ എഴുതിയ ലേഡീസ് ഹെഡ് ഡ്രസ് എന്ന ഹാസ്യാത്മക ലേഖനമാണ്. 18-ാം നൂറ്റാണ്ടിൽ ദ സ്പെക്ടേറ്റർ എന്ന മാസികയിൽ ഈ ലേഖനം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഈ ലേഖനത്തിൽ അദ്ദേഹം ആ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ തല അലങ്കാരങ്ങൾ, അത് ഹെഡ് ഡ്രസ് എത്ര വിചിത്രമായിരുന്നുവെന്ന് പരിഹസിച്ച് വിവരിക്കുകയാണ്. ഈ ഹെഡ് ഡ്രസ് എന്നത് തലയിൽ ധരിക്കുന്ന അലങ്കാരം, അതായത് എ കവറിങ്, എ ഡെക്കറേഷൻ ഓർ ഗാർമെൻറ്റ് വേൺ ഓൺ ദ ഹെഡിനെയാണ് ഈ ഹെഡ് ഡ്രസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ടോപ്പിക്കിലോട്ട് നമുക്ക് കടക്കാം. കുറച്ച് ലെന്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് തുടങ്ങാം. Ladies' Head Dress by Joseph Addison. There is not so variable a thing in nature as a lady's head dress. Within my own memory, I have known it rise and fall above 30 degrees. അപ്പം വേരിയബിൾ എന്നത് മാറിക്കൊണ്ടിരിക്കുന്ന, സ്ഥിരമല്ലാത്ത എന്നാണ് അർത്ഥം. അപ്പം ഫസ്റ്റ് ലൈനിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? ഈവൻ നേച്ചർ ഡസൻ ചേഞ്ച് ആസ് ഫാസ്റ്റ് ആസ് വിമൻസ് ഹെയർ സ്റ്റൈൽസ്. ഒരു സ്ത്രീയുടെ ഹെഡ് ഡ്രസ്സ് പോലെ മാറ്റം സംഭവിക്കുന്ന മറ്റൊന്നും പ്രകൃതിയിലില്ല. അതായത് അവരുടെ ഫാഷൻ എന്നത് പെട്ടെന്ന് മാറുന്ന ഒന്നാണ്. ഇന്നൊരു രീതിയാണെങ്കിൽ, അല്ലെ ഇന്നൊരു ഫാഷൻ ആണെങ്കിൽ നാളെ എന്താണ് മറ്റൊന്ന് എന്നാണ് എഡിസൺ ഒരു തമാശയുടെ രൂപത്തിൽ പറയുന്നത് ഇവിടെ. Within my own memory, I have known it rise and fall above 30 degrees. അദ്ദേഹം ഇവിടെ ഒരു തമാശ രൂപത്തിലാണ് ഈ റൈസ് ആൻഡ് ഫോൾ 30 ഡിഗ്രീസ് എന്ന് പറയുന്നത്. അതായത് സ്ത്രീകളുടെ തലമുടി ഫാഷൻ ഒരിക്കൽ വളരെ ഉയരത്തിൽ, പിന്നെ ചെറുതായും വീണ്ടും ഉയരത്തേക്കും മാറുന്നതിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ഫാഷൻ കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹൗ ട്രെൻഡ്സ് കം ആൻഡ് ഗോ ആൻഡ് ഹൗ പീപ്പിൾ ഫോളോ ദം ബ്ലൈൻഡ്ലി എന്നതിനെക്കുറിച്ച് അദ്ദേഹം മോക്കിംഗ് വേയിൽ, ഒരു കളിയാക്കുന്ന രീതിയിൽ പറയുകയാണ്. About 10 years ago, it shot up to a very great height. ഈ ഇറ്റ് എന്നിവിടെ റെഫർ ചെയ്തിരിക്കുന്ന വിമൻ്റെ ഹെഡ് ഡ്രസ്സിനെയാണ്, അവരുടെ ഹെയർ സ്റ്റൈലിനെയാണ്. ഓക്കെ, About 10 years ago, it shot up to a very great height in so much that the female part of our species were much taller than the men. ഈ സ്പീഷ്യസ് എന്ന് പറയുമ്പോൾ ഇവിടെ എ കൈൻഡ് ഓർ ക്ലാസ് ഓഫ് പീപ്പിൾ. അപ്പം ഫാഷൻ ഹാസ് ചേഞ്ച്ഡ് വിമൻ സോ മച്ച് ദാറ്റ് ദേ ലുക്ക് ലൈക്ക് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബീങ്സ്, അല്ലെ ദേ ലുക്ക് ലൈക്ക് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്പീഷ്യസ്. അപ്പം ഏകദേശം 10 വർഷം മുമ്പ് സ്ത്രീകളുടെ ഹെഡ് ഡ്രസ് വളരെ ഉയരത്തിലേക്ക് പോയി. അപ്പം അത്രയധികം ഉയരത്തിലേക്ക് പോയതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഉയരം കൂടിയവരായി തോന്നിയിരുന്നു. അതാണ് അവിടെ പറയുന്നത്, വെർ മച്ച് ടാളർ ദാൻ ദ മെൻ. ദ വിമൻ വെർ ഓഫ് സച്ച് ആൻ എനോമസ് സ്റ്റേച്ചർ, അതായത് വെരി ഗ്രേറ്റ് ഹൈറ്റ് എന്നാണ് മീനിങ്. ദറ്റ് വി അപ്പിയർഡ് ആസ് ഗ്രാസ് ഹോപ്പേഴ്സ് ബിഫോർ ദം. അതായത് ഇവിടെ ഇനോമസ് സ്റ്റേച്ചർ എന്ന് പറഞ്ഞത് യഥാർത്ഥ ശരീരം ഉയരം അല്ല, മറിച്ച് എന്തുവാണ്? സ്ത്രീകളുടെ ഹെഡ് ഡ്രസ് അത്രയും വലുതായതിനാൽ, അല്ലെങ്കിൽ അത്രയും ഉയരം അവർ കൂട്ടിയതിനാൽ അവർ ഒരു ജയൻറ്റ് ലൈക്ക് ആയിട്ട് തോന്നിപ്പിച്ചു അവരെ. മറിച്ച് മെൻ എങ്ങനെ തോന്നിച്ചു? അവരുടെ മുമ്പിൽ എന്തായിട്ടാണ് തോന്നിയത്? ആസ് സ്മോൾ ആസ് ഗ്രാസ് ഹോപ്പേഴ്സ് ആയിട്ടാണ് തോന്നിയത്. അതാണ് പറയുന്നത്, ദ വിമൻ വെർ ഓഫ് സച്ച് ആൻ എനോമസ് സ്റ്റേച്ചർ ദാറ്റ് വി അപ്പിയർഡ്, വി എന്ന് ഉദ്ദേശിക്കുന്ന മെൻ. ഓക്കെ, മെൻ അപ്പിയർഡ് ആസ് ഗ്രാസ് ഹോപ്പേഴ്സ് ബിഫോർ ദം. At present, the whole sex is in a manner dwarfed and shrunk into rays of beauties that seems another species. അപ്പം ഇപ്പം എന്താ പറയുന്നത്? ഡ്രാഫ്റ്റ് ആൻഡ് സ്ട്രങ് എന്ന് പറയുന്നുണ്ട്. ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ടർ അല്ലെങ്കിൽ സ്മോളർ. ഇവിടെ റേസ് ഓഫ് ബ്യൂട്ടീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സുന്ദരികളായ സ്ത്രീകളെയാണ്. അപ്പം സ്ത്രീകളുടെ തലമുടി അലങ്കാരങ്ങളിൽ വന്ന അപ്രതീക്ഷിതമായ മാറ്റത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് മുമ്പ് അവർ വലിയ ഉയരമുള്ള ഹെഡ് ഡ്രസ്സുകൾ ധരിച്ചതിനാൽ പുരുഷന്മാരെക്കാൾ നീളമുള്ളവരായി, ഹൈറ്റ് ഉള്ളവരായി തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഫാഷൻ മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? അവർ ചെറുതായി. അതിനാൽ അവർ മറ്റൊരു സ്പീഷ്യസ്, അതാണ് പറയുന്നത് അനദർ സ്പീഷ്യസ്, മറ്റൊരു സ്പീഷ്യസിനെ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇതിലൂടെ സ്ത്രീകളുടെ ഫാഷൻ എത്ര വേഗത്തിൽ മാറുന്നു എന്ന് പരിഹാസ രൂപത്തിൽ അദ്ദേഹം എടുത്തു കാണിക്കുന്നു. ഐ റിമെമ്പർ സെവറൽ ലേഡീസ് who were once very near 7 foot high that at present want some inches of height. ഈ want ഇവിടെ ഹിയർ നമ്മൾ എന്ത് മീനിങ് എടുക്കണം എന്ന് വെച്ചാൽ ലാക്ക്,
അല്ലെങ്കിൽ ഷോർട്ടർ എന്നെടുക്കണം. ഓക്കെ, അപ്പം മുമ്പ് ഹെഡ് ഡ്രസ്സിൻ്റെ ഉയരം കൊണ്ട് 7 അടി നീളമുള്ളവരായി തോന്നിയ ചില സ്ത്രീകളെ താൻ ഓർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഡിസൺ പറയുകയാണ്, ഇപ്പോൾ അവർ 5 അടി പോലും ഇല്ലാതെ ചെറുതായി പോയി. അതായത് ഫാഷൻ മാറിയതുകൊണ്ട് അവർ വളരെയധികം ഉയരമുള്ളവരിൽ നിന്നും എന്തായി, ചെറുതായി പോയവരായി തോന്നും. അപ്പോൾ ഹെഡ് ഡ്രസ്സിൻ്റെ ഫാഷൻ ചേഞ്ച് ആയപ്പോഴത്തേക്ക് അവരുടെ ഹൈറ്റിന് വ്യത്യാസം വന്നതായിട്ട് തോന്നുന്നു. വുമൻസ് അപ്പിയറൻസിനെ ഫാഷൻ എങ്ങനെ ചേഞ്ച് ചെയ്തു എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇനി ഹൗ ദേ കെയിം ടു ബി thus curtailed മീൻസ് ഷോർട്ടൻഡ് അല്ലെങ്കിൽ ചെറുതായി. I cannot learn whether the whole sex be at present under any penance which we know nothing of, or whether they have cast their headdress in order to surprise us with something in that kind which shall be entirely new, or whether some of the tallest of the sex, being too cunning for the rest, have contrived this method to make themselves appear sizable. Is still a secret, though I find most are of opinion. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, സ്ത്രീകളുടെ ഹെഡ് ഡ്രസ്സ് എങ്ങനെ ചെറുതായി പോയി, എങ്ങനെ ഷോർട്ടൻഡായി, കർട്ടേൽഡായി എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അഡിസൺ പറയുന്നു, സ്ത്രീകൾ അവരുടെ ഹെഡ് ഡ്രസ്സ് ഇങ്ങനെ ചെറുതാക്കി മാറ്റിയതിന് എന്തിനാണ് എന്ന് തനിക്കറിയില്ല. പക്ഷെ ചില കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. മേ ബി ഈ ലേഡീസ് ഇങ്ങനെ ചെയ്യാൻ കാരണം മേ ബി എ കൈൻഡ് ഓഫ് പണിഷ്മെൻറ്റ് ആണോ. അവിടെ ഒരു വേർഡ് പറയുന്നുണ്ട്, പെനൻസ്. അപ്പോൾ പെനൻസ് എന്നത് പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ തൻ്റെ തെറ്റിനുള്ള പ്രായശ്ചിത്തം എന്നാണ്. അപ്പോൾ ഇവിടെ എഡിസൺ തമാശയായിട്ടാണ് പറയുന്നത്. അതായത് സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രായശ്ചിത്തം കിട്ടിയതാണോ, അതിനാലാണോ അവർ തങ്ങളുടെ ഹെഡ് ഡ്രസ്സ് ചെറുതാക്കിയത്. ഇല്ലെങ്കിൽ അടുത്ത ഒരു ഇതിൽ പറയുന്നുണ്ട്, അവർ പുതിയൊരു ഫാഷൻ കൊണ്ടുവന്ന് എല്ലാവരെയും സർപ്രൈസ് ആക്കാൻ വേണ്ടി പഴയ ഫാഷൻ മാറ്റിയതാകാം. അങ്ങനെ ഒരു അഭിപ്രായം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, കുറച്ചൊരു ടോൾ ആയിട്ടുള്ള വുമൺ, ടോളസ്റ്റ് ഓഫ് ദ സെക്സ്, ബീങ് ടു കണ്ണിങ് ഫോർ the rest have contrived this method to make themselves appear sizable. അപ്പോൾ സൈസബിൾ എന്നത് ഇവിടെ പ്രോപ്പർ ഹൈറ്റ് അല്ലെങ്കിൽ ആവറേജ് സൈസ് എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, നല്ല ഉയരമുള്ള സ്ത്രീകൾ തങ്ങളെ തന്നെ സാധാരണ ഉയരത്തിൽ കാണിക്കാൻ വേണ്ടി ഇതുപോലൊരു മാർഗം കണ്ടുപിടിച്ചതാകാം. അപ്പം ഇങ്ങനെയുള്ള മാർഗങ്ങളെല്ലാം എഡിസൺ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, ഈ സ്റ്റിൽ എ സീക്രട്ട് ദോ ഐ ഫൈൻഡ് മോസ്റ്റ് ആർ ഓഫ് ഒപ്പീനിയൻ. അപ്പോൾ സ്ത്രീകൾ തങ്ങളുടെ തല അലങ്കാരം, ഹെഡ് ഡ്രസ്സ് ചെറുതാക്കിയതിൻ്റെ യഥാർത്ഥ കാരണം ഇന്നും ഒരു രഹസ്യം തന്നെയാണ്. അതായത് ആർക്കും അതിൻ്റെ കാരണമൊന്നും അറിയില്ല, എന്നാൽ എല്ലാവർക്കും തങ്ങളുടേതായ അഭിപ്രായം അതിനെക്കുറിച്ച് ഉണ്ട് എന്ന് അദ്ദേഹം ഒരു തമാശ രൂപത്തിൽ പറഞ്ഞ് നിർത്തുവാണ്. They are at present like trees, new, lopped and pruned, that will certainly sprout up and flourish with greater heads than before. അപ്പം നോക്കി ഇവിടെ എന്താ പറയുന്നത്, മരങ്ങൾ മുറിച്ചാൽ ഇല്ലെങ്കിൽ വെട്ടിയാൽ നമുക്കറിയാം കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അധികം അതായത് നിറയെ ബ്രാഞ്ചസും ഇലകളും കൊണ്ട് വളർന്ന് പൂത്തുലഞ്ഞ് നിൽക്കും. അപ്പോൾ ഇവിടെ അഡിസൺ പറയുകയാണ്, അതുപോലെ തന്നെയാണ് സ്ത്രീകളും. ഇപ്പോഴത്തേക്ക് തല അലങ്കാരം ചെറുതാക്കി വെച്ചാലും എന്ത് സംഭവിക്കും, ഉടൻ തന്നെ അല്ലെങ്കിൽ താമസിയാതെ മുൻപ് ഉള്ളതിനേക്കാൾ വലുതും ഉയർന്നതുമായ ഹെഡ് ഡ്രസ്സ് കൊണ്ടും വീണ്ടും അവർ വരും. അത് ആ ഫാഷൻസ്, പുതിയ ഫാഷൻസ്, നല്ല നീളമുള്ള ഹെഡ് ഡ്രസ്സുമായിട്ട് പിന്നെയും ആ ഫാഷൻ വീണ്ടും വരും. അപ്പോൾ വിമൻ്റെ ചേഞ്ചിങ് ഫാഷൻസിനെ കുറിച്ചും അവരെ ട്രീസുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഇവിടെ എന്താണ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത്, ഫാഷൻ ഓൾവേസ് കംസ് ബാക്ക് ബിഗർ. For my own part, as I do not love to be insulted by women who are taller than myself, I admire the sex much more in their present humiliation, which has reduced them to their natural dimensions than when they had extended their persons and lengthened themselves out into formidable and gigantic figures. അപ്പം ഇവിടെ ഹ്യൂമിലിയേഷൻ ഡസൻ മീൻ ഷെയിം. ഓക്കെ, അത് നമ്മൾ ഹംബിൾ അല്ലെങ്കിൽ സിമ്പിൾ, ദേ ബിക്കം ഹംബിൾ അല്ലെങ്കിൽ ദേ ബിക്കം സിമ്പിൾ എന്ന അർത്ഥത്തിൽ എടുക്കണം. ഓക്കെ, എക്സ്റ്റെൻഡഡ് ദെയർ പേഴ്സൺസ് എന്ന് പറയുമ്പം ദേ ഇൻക്രീസ്ഡ് ദെയർ ഹൈറ്റ് ആർട്ടിഫിഷ്യലി, നാച്ചുറലായിട്ടല്ല. ഈ ഹെഡ് ഡ്രസ്സ് കാരണം എന്തായി, അവരുടെ ഹൈറ്റ് കൂടി. ഫെർമിഡബിൾ ആൻഡ് ജൈജാൻറ്റിക് ഫിഗേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ലുക്ഡ് എങ്ങനെ ഹ്യൂജായിട്ടും അതുപോലെ ഫ്രൈറ്റനിങ് ആയിട്ടും ലൈക്ക് ജയൻസിനെ പോലെ തോന്നിപ്പിച്ചു. അപ്പോൾ
പാസ്റ്റ് ആയിട്ടുള്ള ഫാഷൻ എങ്ങനെയായിരുന്നു? വെരി ടോൾ ഹെഡ് ഡ്രസ്, അപ്പോൾ സ്ത്രീകൾ ജയൻ ലൈക്ക് ലുക്കായിരുന്നു. അപ്പോൾ പ്രസൻറ്റ് ഫാഷൻ എന്താണ്? ലുക്സ് മോർ നാച്ചുറൽ. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഹെഡ് ഡ്രസ് ആയിരുന്നു. അപ്പോൾ ഷോർട്ടായപ്പോൾ, ഹെഡ് ഡ്രസ്സ് ഷോർട്ടായപ്പോൾ ഒരു നാച്ചുറൽ ഉയരം, ഒരു സ്വാഭാവിക ഉയരം ആയി. അതുകൊണ്ടാണ് ഇവിടെ നാച്ചുറൽ ഡൈമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായ ഉയരത്തിലേക്ക് തിരിച്ചെത്തിയതിനാൽ അവരെ ഞാൻ, അതായത് അഡിസൺ, ഇപ്പോഴാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഇല്ലെങ്കിൽ ആദരിക്കുന്നത്, ഇല്ലെങ്കിൽ അഡ്മയർ ചെയ്യുന്നത്. അതുപോലെ അവരെ എങ്ങനെ തോന്നുന്നു? ദേ ലുക്ക് സിമ്പിൾ, ഇല്ലെങ്കിൽ ദേ ലുക്ക് ഗ്രേസ്ഫുൾ, ഇല്ലെങ്കിൽ ദേ ലുക്ക് നാച്ചുറൽ ആൻഡ് ഹീ ഫൈൻഡ്സ് മോർ അഡ്മയറബിൾ. ഓക്കെ, അപ്പം അഡിസൺ പറയുന്നുണ്ട് ഇവിടെ ഇൻസൾട്ടഡ് എന്നത് അപമാനമല്ല. ഓക്കെ, ഐ ഡു നോട്ട് ലവ് ടു ബി ഇൻസൾട്ടഡ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ തമാശയായിട്ട് പറയുകയാണ്, ഇവിടെ ഒരു സറ്റയറായിട്ട്, ഒരു പരിഹാസം എന്ന വാക്ക് ഉപയോഗിക്കുകയാണ്. സ്ത്രീകളെ വിമർശിക്കുകയല്ല, പക്ഷേ അവരുടെ വസ്ത്രധാരണം, ഇവിടെ ഹെഡ് ഡ്രസ്സിനെ സംബന്ധിച്ച് അവരുടെ ഫാഷനെ, തമാശയെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഫാഷൻ മാറുമ്പോൾ ആളുകൾ എത്ര വിചിത്രമായി തോന്നുന്നു എന്നതാണ് ഈ വരികളിൽ പറയുന്നത്. ഇതിൻ്റെ ടോൺ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഒരു ഹ്യൂമറസ്, പ്ലേഫുൾ. എന്താണ് ടാർഗറ്റ് ചെയ്യുന്നത്? ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? വിമൻസ് ചേഞ്ചിങ് ഫാഷനെയാണ്, നോട്ട് വിമൻ ദംസെൽസ്. ഓക്കെ, നമ്മളത് മനസ്സിൽ വെച്ചിരിക്കണം. ഹെഡ് ഡ്രസ്സിനെയാണ്, ആ ഫാഷനെയാണ്. അതുപോലെ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്? എക്സാജറേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ്. പ്രിറ്റൻഡിങ് ടു ബി ഫീൽ ഇൻസൾട്ടഡ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്നതിൻ്റെ പർപ്പസ് എന്താണ് എന്ന് ചോദിച്ചാൽ, ടു ഷോ ഹൗ ഫോളിഷ് ഇറ്റ് ഈസ് ടു ഫോളോ എക്സ്ട്രീം ഫാഷൻ ട്രെൻഡ്സ്. അതായത് സൗന്ദര്യം എന്നത് അതിശോക്തിയിലല്ല, അക്കാലത്തെ സ്ത്രീകളുടെ വിചിത്രമായ ഫാഷൻ എത്ര മണ്ടത്തരമാണ് എന്നും ഈ വരികളിലൂടെ എഡിസൺ പറയുന്നു. I am not for adding to the beautiful edifices of nature, nor for raising any whimsical superstructure upon her plans. I must therefore repeat it, that I am highly pleased with the coiffure now in fashion, and think it shows that good sense which at present very much reigns among the valuable part of the sex. ഈ വാല്യുബിൾ പാർട്ട് എന്ന് പറയുമ്പോൾ, പാർട്ട് ഓഫ് ദ സെക്സ് എന്ന് പറയുമ്പോൾ സെൻസിബിൾ ആയിട്ടുള്ള വിമൻ. ഓക്കെ, അപ്പം ബ്യൂട്ടിഫുൾ എഡിഫിസസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ആ മനോഹര സൃഷ്ടി, അഥവാ സ്ത്രീയുടെ ആ നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവിക രൂപം, അപ്പോൾ സൗന്ദര്യം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ വിംസിക്കൽ സൂപ്പർ സ്ട്രക്ചർ, അതായത് വിചിത്രമായ അനാവശ്യമായ അലങ്കാരങ്ങൾ ചേർക്കുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഇപ്പോൾ പ്രചാരത്തിലുള്ള പുതിയ കഫേ, അത് ഹെയർ സ്റ്റൈൽ ലളിതവും നാച്ചുറലുമാണ്. അത് സ്ത്രീകളുടെ പുതിയ ലളിതമായ ഫാഷനെ അദ്ദേഹം പ്രശംസിക്കുന്നു. അതുപോലെ സ്ത്രീകളിൽ നല്ല ബുദ്ധിയും രുചിയും, അതായത് ഒരു ഗുഡ് സെൻസ് ഉണ്ടെന്ന് കാണിക്കുന്നു. ഈസ് കോളിംഗ് ദം വാല്യുബിൾ പാർട്ട് ഓഫ് ദ സെക്സ് എന്ന് വിളിക്കുന്നതിലൂടെയും എന്താ മീനിങ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൻസിബിൾ ഇൻ്റലിജൻറ്റ് വുമൺ, അതായത് നല്ല ബുദ്ധിയുള്ള മൂല്യമുള്ള സ്ത്രീകൾ. ഇവിടെ ഒരു ഹ്യൂമറസ് ടോൺ ഉണ്ട്, അതായത് ഹി സെസ് only the valuable part of women, the sensible one, follow the simple fashion. അങ്ങനെ പറയുന്നതിലൂടെ he indirectly mocks the other women who still follow the old, foolish, over decorated styles. One may observe that women in all ages have taken more pains than men to adorn the outside of their heads, and indeed I very much admire that those female architects who raise such wonderful structures out of ribbons, lace and wire have not been recorded for their respective inventions. അതായത് എല്ലാ കാലത്തും സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ സമയം എന്തിന് ചെലവഴിക്കുന്നു എന്നാണ് അഡിസൺ പറയുന്നത്? തങ്ങളുടെ തല അലങ്കരിക്കാൻ ചെലവഴിക്കുന്നു എന്ന് തമാശ രൂപത്തിൽ അദ്ദേഹം പറയുന്നു. ഈ സ്ത്രീകൾ ആരെപ്പോലെ എന്നാണ് പറയുന്നത്? ആർക്കിടെക്റ്റുകളെ പോലെയാണ്. കാരണം അവർ റിബൺ, ലേസ്, വയർ എന്നിവ കൊണ്ട് അത്ഭുതകരമായ കെട്ടിടങ്ങൾ പോലെയുള്ള തലമുടി അലങ്കാരങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ എഡിസൺ മോക്ക് ചെയ്യുന്നത് ആ എക്സസീവ് വാനിറ്റിയും ആർട്ടിഫിഷ്യാലിറ്റി ഓഫ് വിമൻസ് ഫാഷനാണ്. അത് ഹെയർ സ്റ്റൈലിനെ ഒരു വണ്ടർഫുൾ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നതിലൂടെ ഹൗ ഓവർഡൺ ആൻഡ് സില്ലി, അല്ലെങ്കിൽ ഹൗ കോംപ്ലെക്സ് ആൻഡ് ഫണ്ണി ദേ ലുക്ക് എന്ന് വിവരിക്കുകയാണ്. അതുപോലെ അവിടെ പറയുന്നുണ്ട് ഹാവ് നോട്ട് ബീൻ റെക്കോർഡഡ് ഫോർ ദെയർ റെസ്പെക്റ്റീവ് ഇൻവെൻഷൻസ്, അതായത് അവരുടെ കണ്ടുപിടുത്തങ്ങൾ അവരുടെ പേരിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ദേ ഹാവിൻ ബീൻ റെക്കഗ്നൈസ്ഡ് ഓർ ദേ ഹാവിൻ ഗിവൺ ക്രെഡിറ്റ് ഫോർ ദ ക്രിയേറ്റീവ് ഇൻവെൻഷൻസ്. ഹെയർ സ്റ്റൈലിനെ പകരം ഒരു റിയൽ ബിൽഡിംഗ് ആയിരുന്നെങ്കിൽ, അവർ ആ ബിൽഡ് ചെയ്തിരുന്നെങ്കിൽ അവർ ഫേമസ് ആർക്കിടെക്ട്സ് ആയിരുന്നേനെ. അപ്പോൾ ഹിയർ ഹി ഷോസ് ഹിസ് മോക്ക് അഡ്മിറേഷൻ ഫോർ സംതിങ് ആക്ച്വലി വെയിൻ ആൻഡ് ട്രിവിയൽ.
ഇറ്റ് ഈസ് certain there have been as many orders in these kinds of building. ഓർഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൈൽസ്. ഓക്കെ, ഇവിടെ ബിൽഡിംഗ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വിളിക്കുന്നത് ഹെയർ സ്റ്റൈലിനെയാണ്. ആസ് ഇൻ ദോസ് വിച്ച് ഹാവ് ബീൻ മെയ്ഡ് ഓഫ് മാർബിൾ. അപ്പോൾ സ്ത്രീകളുടെ തല അലങ്കാരങ്ങൾ, ഹെഡ് ഡ്രസ്സിനെ അദ്ദേഹം കെട്ടിടങ്ങൾ പോലെ താരതമ്യം ചെയ്യുന്നു. ഓർഡേഴ്സ് എന്ന് ഇവിടെ വിവിധ ശൈലികൾ ഇല്ലെ സ്റ്റൈൽസ് എന്നാണ് അർത്ഥം. മാർബിൾ കൊണ്ട് പണിത കെട്ടിടങ്ങളിൽ എത്ര തരത്തിലുള്ള ശൈലികളുണ്ടോ അതുപോലെ തന്നെ സ്ത്രീകളുടെ തലമുടി അലങ്കാരങ്ങളിലും അത്രയും ശൈലികളും രീതികളുമുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നു. സംടൈംസ് ദേ റൈസ് ഇൻ ദ ഷേപ്പ് ഓഫ് പിരമിഡ്, സംടൈംസ് ലൈക്ക് എ ടവർ ആൻഡ് സംടൈംസ് ലൈക്ക് എ സ്റ്റീപ്പിൾ. സ്റ്റീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൾ പോയിൻറ്റഡ് പാർട്ട് ഓഫ് എ ചർച്ചാണ്. അപ്പോൾ സ്ത്രീകളുടെ തലമുടി അലങ്കാരം കെട്ടിടങ്ങൾ പോലെ ഉയരമുള്ളതും വിചിത്രമായ ആകൃതിയിലുമാണ്. അതായത് ഒരു നേരം എന്ത് ഷേപ്പാണ്? പിരമിഡ് ഷേപ്പ്, മറ്റൊരു നേരം ടവറിൻ്റെ ഷേപ്പ്, വേറൊരു നേരം സ്റ്റീപ്പിളിൻ്റെ ഷേപ്പ്, അങ്ങനെ മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ഹൗ സില്ലി ആൻഡ് എക്സാജറേറ്റഡ് ദ ലുക്ക് എന്ന് വിവരിക്കുന്നു. In Juvenal's time, the building grew by several orders and stories as he has very humorously described it. അപ്പോൾ ജുവനൈലിൻ്റെ കാലത്ത്, ജുവനൈൽ എന്ന് പറയുമ്പോൾ പുരാതന റോമൻ കവിയാണ് ജുവനൈൽ. അപ്പം ജുവനൈലിൻ്റെ കാലത്ത് സ്ത്രീകളുടെ തലമുടി അലങ്കാരങ്ങൾ കെട്ടിടം പോലെ അനേകം നിലകളും ശൈലികളോടും കൂടി ഉയരുന്നതായി അദ്ദേഹം തമാശയായി വിവരിച്ചിട്ടുണ്ട്. അപ്പം ഈ ജുവനൈലിൻ്റെ കാലം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഏൻഷ്യൻ റോമൻ കാലഘട്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇപ്പം എഡിസൺ ഇവിടെ ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ട് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റുമായിട്ട്. വൈ, എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത്? ഫോർ ഷോയിങ് ദാറ്റ് വിമൻസ് വാനിറ്റി ഇൻ ഫാഷൻ എസ്പെഷ്യലി ഇൻ ദർ ഹെഡ് ഡ്രസ് ഈസ് നത്തിങ് ന്യൂ, ഇറ്റ് എക്സിസ്റ്റഡ് ഈവൻ ഇൻ ഏൻഷ്യൻ റോം. അപ്പം ഈ ഏൻഷ്യൻ റോമിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, വിത്ത് കേൾസ് ഓർ കേൾസ് ദ ബിൽഡ് ഹെർ ഹെഡ് ബിഫോർ. കേൾസ് എന്ന് പറയുമ്പം എ ലോക്ക് ഓഫ് ഹെയർ ആണ്, അത് ട്വിസ്റ്റ് ചെയ്ത് റോൾ ചെയ്തൊക്കെ വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മൗണ്ട് ഇറ്റ് വിത്ത് എ ഫോർമിഡബിൾ ടവർ, എ ജയൻറ്റസ് ഷീ സീംസ് ബട്ട് ലുക്ക് ബിഹൈൻഡ് ആൻഡ് ദെൻ ഷീ ഡ്വിൻഡിൽസ് ടു ദ പിഗ്മി കൈൻഡ്. സ്ത്രീകൾ തലമുടിയിൽ കേളുകൾ മുകളിൽ നിന്നും മുകളിലായി എന്നുവെച്ചാൽ ഓരോന്നിൻ്റെ മുകളിലായിട്ട് കെട്ടി തലമുടി ഒരു കെട്ടിടം പോലെ ഉയർത്തുന്നു. അപ്പോൾ അതുമൂലം എന്താ സംഭവിക്കുന്നത്? മുന്നിൽ നിന്ന് നോക്കുമ്പോൾ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അവരെ എങ്ങനെ തോന്നുമെന്നാണ് പറയുന്നത്? ഒരു ജയൻറ്റസ് ലുക്ക് ആയിട്ടും. പക്ഷെ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ അവർ ചെറുതായ പോലെയും തോന്നും. അതിനാലാണ് അവിടെ പിഗ്മി എന്ന വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എഡിസൺ എന്താണ് പറയുന്നത്? ഒരു ഫോൾസ് ഷോ മാത്രമാണ്, യഥാർത്ഥ സൗന്ദര്യമല്ല എന്ന് പറയുകയാണ് ഇവിടെ. But I do not remember any part of my reading. അതായത് Addison says that he has read about many fashions in history, but he never found any fashion as ഓവർഡൺ അല്ലെങ്കിൽ എക്സ്ട്രാവാഗൻറ്റ്. ഇതുപോലെ ഒരു ഓവർഡൺ ആയിട്ടുള്ള ഫാഷൻ അല്ലെങ്കിൽ എക്സ്ട്രാവാഗൻ്റ് ആയിട്ടുള്ള ഫാഷൻ അദ്ദേഹം വായിച്ചിട്ടില്ല. ദാറ്റ് ദ ഹെഡ് ഡ്രസ് ആസ്പയർഡ് ടു സോ ഗ്രേറ്റ് ആൻഡ് എക്സ്ട്രാവാഗൻസ് ആസ് ഇൻ ദ 14th century when it was built up in a couple of cone or spires which stood so exceedingly high on each side of the head that a woman who was but a pygmy without her head dress appeared like a coloss upon putting it on. കൊളോസസ് എന്ന് പറയുമ്പോൾ ജയൻറ്റ് ലൈക്ക്. ഓക്കെ, അതുപോലെ ഇവിടെ പറയുന്നുണ്ട് വിച്ച് സ്റ്റുഡ് സോ എക്സീഡിംഗ്ലി ഹൈ. അതായത് ഈ കോൺ ഷേപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നല്ല ഉയരമുള്ളതാണ്, അത് നല്ല ടോൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ വായിച്ചിട്ടുള്ള, അതായത് എഡിസൺ വായിച്ചിട്ടുള്ള ചരിത്രത്തിൽ എവിടെയും ഇത്രയും അതിരുകടന്ന തല അലങ്കാരം കണ്ടിട്ടില്ല. അതായത് 14ാം നൂറ്റാണ്ടിൽ സ്ത്രീകൾ തലയിൽ 2 കോണുകൾ പോലുള്ള അലങ്കാരങ്ങൾ കെട്ടിയിരുന്നു. അവ 2 വശങ്ങളിലും ഉയരമുള്ളവയായിരുന്നു, അത് ടോൾ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? തല അലങ്കാരമില്ലാതെ ചെറുതായിരുന്ന സ്ത്രീ അത് ധരിച്ചാൽ വലിയ പ്രതിമ, അതായത് കൊളോസൽ പോലെ തോന്നും. In the 14th century, women's tall cone-shaped headdresses make even short women look like in the giants. Okay. മസിയർ പരാദൻ സെസ്. മസിയർ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേർഡാണ്. നമ്മൾ ടൈറ്റിൽ ഓഫ് റെസ്പെക്റ്റിന് പകരം ഇംഗ്ലീഷിൽ മിസ്റ്റർ സർ എന്നെല്ലാം കൊടുക്കത്തില്ലേ, അതുപോലെ. ഓക്കെ, സെസ് ദാറ്റ് ദീസ് ഓൾഡ് ഫാഷൻഡ് ഫോണ്ടേജസ് റോസ് ആൻഡ് ഓൾ എബവ് ദ ഹെഡ്, ദാറ്റ് ദേ വെർ പോയിൻറ്റഡ് ലൈക്ക് സ്റ്റീപ്പിൾസ് ആൻഡ് ഹാഡ് ലോങ് ലൂസ് പീസസ് ഓഫ് ക്രേപ്പ് ഫാസ്റ്റൻഡ് ടു ദ ടോപ്സ് ഓഫ് ദം വിച്ച് വർ ക്യൂരിയസ്ലി ഫ്രിഞ്ച്ഡ് ആൻഡ് ഹങ് ഡൗൺ ദർ ബാക്സ് ലൈക്ക് സ്ട്രീമേഴ്സ്. അപ്പോൾ ഫോണ്ടേജസ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഓൾഡ് ഫാഷൻ ഹെഡ് ഡ്രസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അപ്പം എന്താ ഇവിടെ പറയുന്നത്, 16-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് എഴുത്തുകാരനും ചരിത്രകാരനുമാണ് ഈ മസിയർ പരാദൻ. ഓക്കെ, അദ്ദേഹം ആ കാലത്തെ രീതികളും ആചാരങ്ങളും ഫാഷൻ അതായത് സ്റ്റൈലുകളെയും കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പഴയകാല സ്ത്രീകളുടെ ഫോണ്ടേജസ്, ഓൾഡ് ഫാഷൻ്റെ ഹെഡ് ഡ്രസ്സിനെ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് വിവരിക്കുകയാണ്. അപ്പോൾ സ്ത്രീകളുടെ തലമുടി, തലമുടിയുടെ മുകളിലായിട്ട് ഒരു സോഫ്റ്റ് ഫാബ്രിക്, അതായത് ക്രേപ്പ് എന്ന് പറയുന്നുണ്ട്, ഒരു സോഫ്റ്റ് ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സോഫ്റ്റ് ഫാബ്രിക്ക് ഒരു ലഘുവായ തുണി പീസസ് ആയിരിക്കും, അതുകൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ ആ തുണി കഷ്ണങ്ങളുടെ അരികിലായിട്ട് നൂൽ തുമ്പുകളാൽ അലങ്കരിച്ചിരിക്കുന്നതിനെയാണ് ആ ക്യൂരിയസ്ലി ഫ്രിഞ്ചഡ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയെല്ലാം ഇട്ട ശേഷം അവരെന്ത് ചെയ്യും, ഇങ്ങനെയെല്ലാം അലങ്കരിച്ച ശേഷം അവരത് പിറകിലേക്ക് സ്ട്രീമേഴ്സ് പോലെ വീണ് കിടന്നിരുന്നു, അല്ലെങ്കിൽ അവർ സ്ട്രീമേഴ്സ് പോലെ തൂക്കി ഇട്ടിരുന്നു. അപ്പം ആ അന്നത്തെ കാലത്തെ അലങ്കാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദ വിമൻ മൈറ്റ് പോസിബിളി ഹാവ് ക്യാരിഡ് ദിസ് ഗോത്തിക് ബിൽഡിംഗ്. ഇവിടെ ഒരു മെറ്റഫർ ഉണ്ട്, ഗോത്തിക് ബിൽഡിംഗ് എന്ന മെറ്റഫറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മച്ച് ഹയർ ഹാഡ് നോട്ട് എ ഫേമസ് മങ് തോമസ് കോണക്ട് ബൈ നെയിം അറ്റാക്ഡ് ഇറ്റ് വിത്ത് ഗ്രേറ്റ് സീൽ ആൻഡ് റെസൊല്യൂഷൻ. ഗ്രേറ്റ് സീൽ എന്ന് വെച്ചാൽ ശക്തമായ ആവേശത്തോടും, റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ദൃഢനിശ്ചയത്തോടും. അപ്പം വിമൻസിൻ്റെ ടോൾ ഇലാബറേറ്റ് ഹെയർ സ്റ്റൈലിനെ എന്തുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്, അത് ഒരു ടവറിങ് ഗോത്തിക് ബിൽഡിങ്ങുമായി കമ്പയർ ചെയ്തുകൊണ്ട് പറയുകയാണ്. തോമസ് കണക്ട് ഈ ശൈലികളെ വിമർശിച്ചു, അതായത് മതപരമായ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കരുതി വന്നു. അപ്പോൾ ദിസ് ഹോളി മാൻ ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ടു പ്രീച്ച് ഡൗൺ ദിസ് മോൺസ്ട്രസ് കമോഡ്. മോൺസ്ട്രസ് കമോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹ്യൂജ് എക്സ്ട്രാവാഗൻറ്റ് ഫാഷനബിൾ ഹെഡ് ഡ്രസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സക്സീഡഡ് സോ വെൽ, ഹി വാസ് വെരി സക്സസ്ഫുൾ. ഓക്കെ, ആൻഡ് സക്സീഡ് സോ വെൽ ഇൻ ഇറ്റ് ദാറ്റ് as a magician sacrificed their books to the flames upon the preaching of an apostle, many of the women threw down their headdress in the middle of the sermon and made a bonfire of them within sight of pulpit. Pulpit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പം ഈ ഹോളി മാൻ, ഈ വിശുദ്ധ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് തോമസ് കോൺകെറ്റ്. അപ്പോൾ ഈ മനുഷ്യൻ വലിയ തലമുടി അലങ്കാരങ്ങളെ, അതായത് മോൺസ്ട്രസ് കമോഡ്സിനെ വിമർശിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. പല സ്ഥലങ്ങളിലേക്കും അദ്ദേഹം പോവുകയും പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ ഉണ്ട്, അതായത് ബൈബിൾ ഒരു സംഭവമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് പുരോഹിതനായ സെയിൻറ്റ് പോളിൻ്റെ ഉപദേശത്തെ പിന്തുടർന്ന് മജിഷ്യന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ, ബുക്സുകൾ ജ്വാലയിൽ, അതായത് തീയിൽ എറിഞ്ഞു കളയും. അപ്പോൾ ഹിയർ ദ വുമൻ റെസ്പോണ്ടഡ് സ്ട്രോങ്ലി ടു ദ അഡ്വൈസ് ഓഫ് ദ പ്രീച്ചർ. അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതുപോലെ എന്താ ചെയ്തത്, സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടെ തങ്ങളുടെ അലങ്കാരമുടികൾ ഉപേക്ഷിച്ചു. അവരെന്ത് ചെയ്തു, ദേ ബേൺ ദം ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്രീച്ചർ, അല്ലെങ്കിൽ ദ ബേൺഡ് ഇൻ എ പ്ലേസ് വേർ ദ പ്രീച്ചർ കുഡ് സീ ഇറ്റ്. ഓക്കെ, അപ്പോൾ സെയിൻറ്റ് പോൾ അപ്പോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഫേസൂസിൽ പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ ഈ മന്ത്രവാദികളൊക്കെ അവരുടെ മതഗ്രന്ഥങ്ങൾ, അവരുടേതായിട്ടുള്ള മതഗ്രന്ഥങ്ങൾ പൊതുസ്ഥലത്ത് കത്തിച്ചു. കാരണം സെയിൻറ്റ് പോളിൻ്റെ പ്രസംഗമെല്ലാം കേട്ട് അവർ മാറുകയാണ് ചെയ്തത്, അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിലൂടെ അവർ പാപത്തിൽ നിന്ന് പിന്മാറി ദൈവത്തിലേക്ക് തിരിയുകയാണെന്ന് കാണിച്ചു. അതുപോലെ ഇവിടെ എന്താ സംഭവിച്ചത്, തോമസ് കോണക്റ്റിൻ്റെ പ്രസംഗമൊക്കെ കേട്ട് നിറയെ സ്ത്രീകൾ അവരുടെ ആ ഹെഡ് ഡ്രസ്സൊക്കെ they burned in front of the preacher. Okay, he was so renowned as well for the sanctity of his life as his manner of preaching. Renowned എന്ന് വെച്ചാൽ very famous, that he had often a congregation of 20,000 people, the men placing themselves on the one side of his pulpit and the women on the other, that appeared like a forest of cedars with their heads reaching to the clouds. അപ്പോൾ നോട്ട് ഓൺലി ബിക്കോസ് ഹി ലിവ്ഡ് എ ഹോളി ആൻഡ് പ്യുവർ ലൈഫ് ബട്ട് ഓൾസോ ബിക്കോസ് ഓഫ് ഹിസ് പവർഫുൾ ആൻഡ് ഇംപ്രസീവ് വേ ഓഫ് പ്രീച്ചിങ്. അതായത് പവിത്രമായ ജീവിതത്തിലും അതുപോലെ പ്രസംഗ ശൈലിയിലും വളരെ പ്രശസ്തനായിരുന്നു ഇദ്ദേഹം. അതിനാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ എത്ര പേർ വരുമെന്നാണ് പറയുന്നത്, 20,000 പേരോളം വരുമായിരുന്നു, എത്താറുണ്ട്. അപ്പോൾ പുരുഷന്മാർ പുൽപിറ്റിൻ്റെ ഒരു വശത്തും അതുപോലെ സ്ത്രീകൾ മറുവശത്തും നിന്നിരുന്നു. അപ്പം പുൽപിറ്റിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞായിരുന്നു, പള്ളിയിലെ പ്രസംഗവേദിയാണ്.
അപ്പം അതായത് പാസ്റ്റർ അല്ലെങ്കിൽ പുരോഹിതൻ പ്രസംഗിക്കുന്ന ആ ഉയരം കൂടിയ സ്ഥലം. അപ്പം എഡിസൺ സ്ത്രീകളുടെ വളരെ ഉയർന്ന ആ തലമുടി അലങ്കാരങ്ങളെ ഇവിടെ പരിഹസിക്കാനാണ് ഈ ഒരു ഉപമ, അതായത് ഫോറസ്റ്റ് ഓഫ് സെഡാർസ് എന്ന് ഉപയോഗിക്കുന്നത്. അതായത് സ്ത്രീകളുടെ ആ ഉയർന്ന തല അലങ്കാരങ്ങൾ അവരെ അൺനാച്ചുറൽ, അസാധാരണമായ ഉയരമുള്ളവരായി കാണിച്ചു. എന്തായിട്ടാണ് ഇവിടെ പറയുന്നത്? അവർ നിൽക്കുന്ന സൈഡിലോട്ട് നോക്കിയാൽ മേഘങ്ങളെ തൊടുന്ന ദേവദാരു മരങ്ങളെ പോലുള്ള അല്ലെ മരങ്ങളുടെ ഒരു കാട് പോലെ തോന്നി. എന്തുകൊണ്ട്? ആ ഹെഡ് ഡ്രസ്സ് അവർ വിയർ ചെയ്തിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ മെൻ സൈഡ് വാസ് എങ്ങനെയായിരുന്നു? വാസ് മച്ച് ഷോർട്ടർ ആയിരുന്നു, അതായത് നാച്ചുറലായിട്ടിരുന്നു. അപ്പം അതുപോലെ ഇവിടെ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ടു യൂസ് എ സിമിലിറ്റ്യൂഡ് ഓഫ് ആൻ ഇൻജീനിയസ് റൈറ്റർ. അപ്പം ഈ വരിയിൽ പറയുന്ന ഈ ഇൻജീനിയസ് റൈറ്റർ, ആ ബുദ്ധിയുള്ള എഴുത്തുകാരൻ ആരാണെന്ന് എഡിസൺ വ്യക്തമാക്കിയിട്ടില്ല. അതായത് മുൻകാലത്ത് ആരോ പറഞ്ഞ ഒരു കമ്പാരിസൺ, ഉപമയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം എഴുത്തുകാരൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഓക്കെ. He so warmed and animated the people against this monstrous ornament that it lay under a kind of persecution, and whenever it appeared in public, was pelted down by the rabble who flung stones at the persons that wore it. അപ്പം വാംഡ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഇൻസ്പയർഡ്, ആനിമേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽഡ് വിത്ത് എനർജി എന്ന് വേണം എടുക്കാൻ ഇവിടെ. അപ്പം അതുപോലെ മോൺസ്ട്രസ് ഓർണമെൻ്റ് എന്നാണ് പറയുന്നത്. ആ ഹെഡ് ഡ്രസ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൈ ഇറ്റ് ഈസ് കോൾഡ് മോൺസ്ട്രസ് ഓർണമെൻറ്റ്? ബിക്കോസ് ഇറ്റ് ലുക്ഡ് അൺനാച്ചുറൽ ഓർ ഇറ്റ് ലുക്ഡ് സില്ലി. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസംഗം കൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ഇൻസ്പയറായി ആളുകൾ എന്താ ചെയ്തത്? അത്യന്തം ഉത്സാഹവും അവർക്ക് തോന്നുകയും അതുപോലെ ആ തലമുടി അലങ്കാരത്തിനെതിരെ ഒരു പൊതുവായ വൈരാഗ്യം ജനങ്ങളിൽ ഉണ്ടായി. അപ്പോൾ ആ ഒരു ഹെഡ് ഡ്രസ് ധരിക്കുന്നവരെ ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി, എതിർക്കാൻ തുടങ്ങി. അതായത് ആരെങ്കിലും ഇപ്പോൾ അത് ധരിച്ച് പുറത്ത് വരുമ്പോൾ അവർ ആ അലങ്കാരം കണ്ടാൽ കല്ലെറിഞ്ഞു. അതാ പറയുന്നത് വാസ് പെൽറ്റഡ് ഡൗൺ ബൈ ദ റാബിൾ. റാബിൾ എന്ന് പറയുമ്പോൾ ഒരു നോയ്സി വയലൻറ്റ് ക്രൗഡ് ഓഫ് പീപ്പിളാണ്. ഓക്കെ. അപ്പോൾ അവരെന്താ ചെയ്തത്? അവർ കല്ലെറിഞ്ഞു. അപ്പോൾ ആ അലങ്കാരം ധരിച്ച സ്ത്രീകളുടെ നേരെ കല്ലെറിഞ്ഞു. അങ്ങനെ ആ ഫാഷനെ അവർ എതിർത്തു. അപ്പോൾ ഇവിടെ ഈ പറയുന്ന തോമസ് കൊണക്ട് എന്ന ഫ്രഞ്ച് കർമ്മലൈറ്റ് സന്യാസി 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഹൗ പവർഫുൾ പ്രീച്ചിങ് ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ ക്യാൻ ചേഞ്ച് ഫാഷൻ എന്നതൊരു ഓൾഡ് ട്രൂ സ്റ്റോറിയെ ഒരു ഹ്യൂമറസ് എക്സാമ്പിളിലൂടെ എഡിസൺ ഇതിലോട്ട് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ബട്ട് നോട്ട് വിത്ത്സ്റ്റാൻഡിങ് ദിസ് പ്രൊഡിജി, അത് ഈവൻ ദോ ഈ സ്ട്രേഞ്ച് ഫാഷൻ vanished while the preacher was among them, it began to appear again some months after his departure. Or, to tell it in Monsieur Paradin own words, the women that, like snails in a fright, had drawn in their horns, shot them out again as soon as the danger was over. അപ്പം ഈ തോമസ് കൊണക്ട് അവിടെ ഉണ്ടായിരുന്ന കാലത്ത് ആ വിചിത്രമായ ഹെഡ് ഡ്രസ് അലങ്കാരം പൂർണ്ണമായും അപ്രത്യക്ഷമായി, അത് ഡിസപ്പിയറായി. എല്ലാവരും അതിനെ ഉപേക്ഷിച്ചു. ആരും ധരിക്കാൻ ധൈര്യം കാണിച്ചില്ല എന്ന് തന്നെ പറയാം. പക്ഷേ അദ്ദേഹം പോയതിന് ശേഷം എന്ത് സംഭവിച്ചു? അദ്ദേഹം പോയതിന് ശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ ഫാഷൻ വീണ്ടും തിരിച്ചു വന്നു. അതായത് സ്ത്രീകൾ പിന്നെയും ഹെഡ് ഡ്രസ് ധരിക്കാൻ തുടങ്ങി. അപ്പം അതാണ് ഇവിടെ മസിയർ പരാദൻ ഒരു കോട്സ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫ്രഞ്ച് എഴുത്തുകാരനായ മസിയർ പരാദൻ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഭയന്നാൽ, നമുക്ക് പേടി വന്നാൽ കൊമ്പ് ഒളിപ്പിക്കുന്ന സ്നെയിലിനെ പോലെ സ്ത്രീകൾ ഭയന്നപ്പോൾ എന്താണ് ചെയ്തത്? അതായത് ഇവിടെ പറയുന്നുണ്ട് അവരുടെ കൊമ്പുകൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ആ ഉയർന്ന അവരുടെ ഹെഡ് ഡ്രസ്സിനെ ആണ് ഉദ്ദേശിക്കുന്നത്. അവരെന്ത് ചെയ്തു? അത് ഉപേക്ഷിച്ചു. അതായത് അവർ ധരിച്ചില്ല, അവർ ഒളിപ്പിച്ചു. പക്ഷേ ഭയം പോയപ്പോൾ, അതായത് ഇതിൽ പറയുന്നുണ്ട് തോമസ് കൊണക്ട് അവിടെ ഇല്ലാതിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവർ വീണ്ടും അത് പുറത്തെടുത്തു. അഥവാ ആ പ്രീച്ചർ പോയതിന് പിന്നാലെ അവർ ആ പഴയ ഫാഷനിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി. This extravagance of the women's head dresses in that age is taken notice of by Monsieur de Argendry. അത് ഒരു ഫ്രഞ്ച് ഹിസ്റ്റോറിയനാണ്. ഇൻ ഹിസ് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടാനിയ, ഞാൻ ഇത് ഇംഗ്ലീഷിൽ, ഇത് ഫ്രഞ്ച് വേർഡാണ് ആക്ച്വലി. ഞാൻ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ നോക്കിയപ്പോൾ ബ്രിട്ടാനിയ എന്നാണ് എനിക്ക് വന്നത് കേട്ടോ. അത് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടാനിയ എന്നുള്ളത് എ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടനിയാണ്. അതായത് ബ്രിട്ടനി എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഒരു റീജനാണ്. ഓക്കെ. and by other historians as well as the person I have here quoted.
അപ്പോൾ എന്താ പറയുന്നത്, ആ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ തലയിലെ അലങ്കാരത്തെക്കുറിച്ച് ഫ്രഞ്ച് ചരിത്രകാരനായ മെസ്സിയർ ഡി അർജൻഡ്രെ തൻ്റെ ഹിസ്റ്ററി ഓഫ് ഡാനിയ എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നു. അതുപോലെ മറ്റു ചരിത്രകാരന്മാരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എഡിസൺ എന്താണ് മീൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, I am not the only one who noticed this silly old fashion. Even famous historians have written about it എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു ലൈനിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. It is usually observed that a good reign is the only proper time for making laws against the exorbitance of power. അതായത് ഒരു ബെസ്റ്റ് ടൈം ടു മേക്ക് റൂൾസ് against misuse of power എപ്പോഴാണ്? when the ruler is good, when the ruler is fair. അപ്പം നല്ല ഒരു ഭരണകാലത്ത് അധികാരം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ എളുപ്പമാണ്. In the same manner, an excessive headdress may be attacked the most effectually when the fashion is against it. അതുപോലെ ജനസമ്മതം ഇല്ലാത്തപ്പോൾ, ആളുകൾ അതിനെ സമ്മതിക്കാത്തപ്പോൾ ഹെഡ് ഡ്രസ്സിനെ നിയന്ത്രിക്കാനും എളുപ്പമാണ്. അപ്പോൾ ഹെഡ് ഡ്രസ് ക്യാൻ ബി ക്രിട്ടിസൈസ്ഡ് മോസ്റ്റ് എഫക്റ്റീവ്ലി എപ്പോഴാണ്? when the public is no longer supporting such fashion. I do therefore recommend this paper to my female readers by way of prevention. അതിനാൽ അതുകൊണ്ട് ഈ ആർട്ടിക്കിൾ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അഡ്വൈസ് ആയിട്ടാണ്. ആർക്കുള്ള അഡ്വൈസ്? സ്ത്രീകൾക്കുള്ള അഡ്വൈസ്. എന്തിനു വേണ്ടിയാണ്? ടു പ്രിവെൻറ്റ് ദം ഫ്രം ഫോളോയിങ് എക്സ്ട്രീം ഫാഷൻ. I would desire the fair sex to consider how impossible it is for them to add anything that can be ornamental to what is already the masterpiece of nature. അപ്പം I would desire the fair sex to consider, അതായത് I am asking women to think about എന്തിനെക്കുറിച്ച്, അതായത് നാച്ചുറൽ ബ്യൂട്ടിയെ മെച്ചപ്പെടുത്താൻ ഫാഷൻ അല്ലെങ്കിൽ അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു ഫലവുമില്ല. അതായത് അത് സ്ത്രീകൾ മനസ്സിലാക്കണമെന്ന് അഡിസൺ പറയുകയാണ്. വുമൻ ഷുഡ് റിയലൈസ്, എന്താ റിയലൈസ് ചെയ്യേണ്ടത്? നേച്ചർ ഹാസ് ഓൾറെഡി മേഡ് ദം ബ്യൂട്ടിഫുൾ. അത് പെർഫെക്റ്റ് ആണ്. അപ്പോൾ എക്സ്ട്രാ ഡെക്കറേഷൻ കൊടുക്കുന്നത് അൺനെസസറി ആണ്. The head has the most beautiful appearance as well as the highest station in a human figure. അപ്പം നമ്മുടെ തല എന്നത് മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും സുന്ദരമായ ഭാഗമാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഭാഗമാണ്. എവിടെയാണത്? ഇറ്റ് ഈസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ബോഡി. അതാണ് ദ ഹയസ്റ്റ് സ്റ്റേഷൻ ഇൻ ഹ്യൂമൻ ഫിഗർ എന്ന് പറയുന്നത്. നേച്ചർ ഹാസ് ലെയ്ഡ് ഔട്ട് ഓൾ ഹെർ ആർട്ട് ഇൻ ബ്യൂട്ടിഫൈങ് ദ ഫേസ്. അപ്പോൾ ഇതൊരു ഇത്തിരി വലിയ സെൻറ്റൻസാണ്, ഞാൻ ബ്രേക്ക് ചെയ്ത് പറയാം. നേച്ചർ ഹാസ് ലെയ്ഡ് ഔട്ട് ഓൾ ഹെർ ആർട്ട് ഇൻ ബ്യൂട്ടിഫൈങ് ദ ഫേസ്. അതായത് നേച്ചർ ഹാസ് ഡൺ എവറിത്തിങ് ടു മേക്ക് ദ ഹ്യൂമൻ ഫേസ് പെർഫെക്റ്റ് എന്നതാണ് വിവരിച്ചു തരുന്നത്. അതായത് പ്രകൃതി തൻ്റെ മുഴുവൻ സ്കില്ലും ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ടു മേക്ക് ദ ഫേസ് ബ്യൂട്ടിഫുൾ. ഷീ ഹാസ് ടച്ച്ഡ് ഇറ്റ് വിത്ത് വെർമിലിയൻ. അതായത് ഷീ ഹാസ് ആഡഡ് കളർ ടു ദ ലിപ്സ് ആൻഡ് ചീക്ക്. ലിപ്സിനും ചീക്സിനൊക്കെ കളർ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റഡ് ഇൻ ഇറ്റ് എ ഡബിൾ റോ ഓഫ് ഐവറി. അതായത് 2 വരികളായി സജ്ജമായ പല്ലുകൾ നമുക്കുണ്ട്. അത് നീറ്റ്ലി അറേഞ്ച്ഡ് 2 rows ഓഫ് ടീത്ത് നമുക്കുണ്ട്. മേഡ് ഇറ്റ് ദ സീറ്റ് ഓഫ് സ്മൈൽസ് ആൻഡ് ബ്ലഷസ്. അതായത് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖം, ഇമോഷൻസ് തുറന്നു കാട്ടുന്ന, അതായത് ഇപ്പോൾ സ്മൈലിംഗ് ആയാലും കൊള്ളാം, ബ്ലഷിങ് ആയാലും കൊള്ളാം. lighted it up and enlivened it with the brightness of the eyes. അപ്പോൾ the eyes make the face lively and shining. Hung it on each side with the curious organs of sense. അപ്പം നമുക്ക് 2 കാതുകളും എന്തിനു വേണ്ടിയുണ്ട്? to help us hear sounds. okay, given it airs and graces that cannot be described. അപ്പം ഇവിടെ പറയുകയാണ് നമ്മുടെ ഫേസ് എന്നുള്ളത് ഒരു നാച്ചുറൽ എലഗൻസ് ആണ്, ചാമാണ്, എക്സ്പ്രഷൻസ് ഫേസിൽ നമുക്ക് തെളിഞ്ഞു കാണും. അപ്പം മുഖത്തിന് അതിനുള്ള സൗന്ദര്യം വാക്കുകളിൽ മുഴുവനായി പറയാനാവില്ല, മുഖത്തിൻ്റെ സൗന്ദര്യം. And surrounded it with such a flowing shade of hair as sets all its beauty in the most agreeable light. അവസാനമായി മുടിയെക്കുറിച്ച് പറയുന്നു. The hair flows around the face in a way that makes all its feature look even more beautiful. In short, she seems to have designed the head as a capella to the most glorious of her works, and when we load it with such a pile of supernumerary ornaments, we destroy the symmetry of the human figure and foolishly contrive to call off the eye from great and real beauties to childish gewgaws, ribbands and bone lace. അതായത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ,
തലയെ എഡിസൺ കപ്പേളയെ പോലെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. അതായത് കപ്പേള എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു സ്മോൾ ഡോം ലൈക്ക് സ്ട്രക്ചർ പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ആണ്. അപ്പോൾ കപ്പേള കെട്ടിടത്തിൻ്റെ സൗന്ദര്യത്തിന് പൂർണ്ണത കൊടുക്കുന്നത് പോലെ നമ്മുടെ തല, ഹെഡ് എന്ന് പറയുന്നത് ടോപ്പും ക്രൗണിങ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡിയാണ്. അപ്പം ഇപ്പോൾ ഇഫ് വി ലോഡ് ഇറ്റ് വിത്ത് സച്ച് എ പൈൽ ഓഫ് സൂപ്പർ ന്യൂമററി ഓർണമെൻറ്റ്സ്, ഈ സൂപ്പർ ന്യൂമററി ഓർണമെൻറ്റ്സിൻ്റെ ടൂ മെനി ഡെക്കറേഷൻസ്, അപ്പോൾ തലയിൽ അനാവശ്യമായ അധിക അലങ്കാരങ്ങൾ കുത്തി നിറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വി ഡിസ്ട്രോയ് ദ സിമിട്രി ഓഫ് ദ ഹ്യൂമൻ ഫിഗർ. നമ്മൾ വി സ്പോയിൽ ചെയ്യുകയാണ് ആ നാച്ചുറൽ ബാലൻസ് അല്ലെങ്കിൽ ആ നാച്ചുറൽ പ്രൊപ്പോർഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡിയെ സ്പോയിൽ ചെയ്യുന്നു. ആൻഡ് ഫൂളിഷ്ലി കണ്ടായി നമ്മൾ ഫൂളിഷ്ലി ആക്റ്റീവാണ്. അപ്പം അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? യഥാർത്ഥ ആ നാച്ചുറൽ സൗന്ദര്യത്തിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ മാറുന്നു. അതായത് ആ ശ്രദ്ധ മാറുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിബണുകളോ ലേസുകളോ പോലുള്ള ചെറുതും വില കുറഞ്ഞതുമായ അലങ്കാരങ്ങളിലേക്ക് ആളുകൾക്ക് ശ്രദ്ധ തിരിയുന്നു. അപ്പം ടൂ മെനി ഡെക്കറേഷൻസ് എന്താ ചെയ്യുന്നത്? റിയൽ ബ്യൂട്ടിയെ ഹൈഡ് ചെയ്യുന്നു. അത് അധിക അലങ്കാരങ്ങൾ മൂലം യഥാർത്ഥ സൗന്ദര്യം മറഞ്ഞു പോകുന്നു എന്നാണ് അഡിസൺ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ബ്യൂട്ടി കംസ് ഫ്രം നേച്ചർ ആൻഡ് സിംപ്ലിസിറ്റി, നോട്ട് ഫ്രം എക്സസീവ് ഫാഷൻ ഓർ എക്സസീവ് ഓർണമെൻറ്റ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെന്നും അതുപോലെ മനസ്സിലായെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ തരാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.